ദൈവത്തിന് മഹത്വം. യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം എല്ലാ സഹോദരങ്ങളെയും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ അല്പസ്ഥല പ്രവൃത്തിയുടെ പഠനം ഇന്ന് വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ചത് രണ്ടാം അധ്യായം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാം അധ്യായത്തിലെ അത്ഭുതം, അപ്പോസ്തലന്മാർ പത്രോസും യോഹന്നാനും നടത്തുന്ന അത്ഭുതത്തിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. എന്തിനാണ് ഈ അത്ഭുതങ്ങൾ ദൈവം നടത്തുന്നതിൻ്റെ ഉദ്ദേശം? ഈ വന്ന ആളെ ദൈവം അധികാരപ്പെടുത്തി അയച്ചിരിക്കുന്നതാണെന്ന് ജനം മനസ്സിലാക്കാനാണ് ഒരു കാര്യം. പിന്നെ അത്ഭുതങ്ങൾ ജനങ്ങളെ ആകർഷിക്കാനാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൂരദേശത്തു നിന്നൊക്കെ ആൾക്കാർ അറിഞ്ഞും കണ്ടും കേട്ടും ഒക്കെ അനേകർ വരുമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 3-ാം അധ്യായം 11, 12, 13. അവർ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഇവിടെ ജനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ജനം ഓടിക്കൂടി വന്നു. അവരെയെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുത്തുന്നതായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും 4-ാം അധ്യായത്തിൻ്റെ 1, 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അപ്പോൾ ജനം കൂടി വന്നു. അവരോട് ജനങ്ങൾക്ക് കൂടി വരുവാനും ഈ അത്ഭുതങ്ങൾ കാരണമാകുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ സംഭവം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഒരു ജന്മനാ മുടന്തനായ ഒരുവനെ പത്രോസും യോഹന്നാനും സൗഖ്യമാക്കുന്നു. അങ്ങനെ ജനമെല്ലാം അവിടെ ഓടിക്കൂടി വരുമ്പോഴാണ് അവരെ എല്ലാം ഒരു പ്രത്യേക സ്ഥലത്തിരുത്തി ശലോമോൻ്റെ പേരുള്ള മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് അവരോട് വിശദീകരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന എന്തിനാണ്? ഞങ്ങളെ നോക്കണ്ട, യേശുവിനെ നോക്കുക. ഇതാണ് സുവിശേഷം കൊടുക്കുന്ന രീതി. ഇതാണ് ജനത്തിൻ്റെ ശ്രദ്ധ യേശുവിലേക്ക് തിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതാണ് പ്രസംഗത്തിൻ്റെ ശരിയായ മാതൃക. നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളും അപ്പോസ്തലനായ പത്രോസിൻ്റെ ഈ അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ പ്രസംഗങ്ങളൊക്കെയും നമ്മൾ വളരെ ശ്രദ്ധ വെച്ച് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പത്രോസ് എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചതെന്ന്. 3-ന്റെ 13-14 നമ്മൾ വായിച്ചല്ലോ. പത്രോസ് എന്താണ് പ്രസംഗിച്ചത്? അവർ യേശുവിനെ മഹത്വപ്പെടുത്തി. അതാണ് 13-ാം വാക്യത്തിൽ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവം യേശുവിനെ മഹത്വപ്പെടുത്തി. ഞങ്ങളും അതുതന്നെയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നത് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്താനാണ്. ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് തന്നെ യേശുവിനെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനാണ്, അല്ലാതെ പ്രസംഗിക്കുന്നവരെ മഹത്വപ്പെടുത്തുവാനല്ല. ബാക്കി ഭാഗത്ത് നമ്മൾ കാണുന്നതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ, അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു, അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. പീലാത്തോസിന് യേശുവിനെ വിട്ടയക്കാൻ താല്പര്യമായിരുന്നു. എന്നാൽ ക്രൂശിക്ക എന്ന് ജനമാണല്ലോ മുറവിളി കൂട്ടിയത്. ആ മുറവിളി കൂട്ടിയ ജനവും ഈ കൂട്ടത്തിലുണ്ടായിരിക്കും. അവർ കുറച്ച് പേരെങ്കിലും ഈ കൂടെ വന്നവരിൽ കാണും. യേശു വന്നത് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനാണ് എന്ന് ഇവരോട് പത്രോസ് സംസാരിക്കുകയാണ്. ഇനിയും വരുന്നത് നിങ്ങളെ കൊണ്ടുപോകുവാനാണ്. ആത്മാവിൻ്റെ ശക്തിയോടെ ഈ സത്യങ്ങൾ പറഞ്ഞപ്പോൾ വചനം അവിടെ ജീവനായിത്തീരുകയാണ്. ശരിയായിട്ടുള്ള ഒരു അനുഗ്രഹം എന്താണെന്ന് ആണ് പത്രോസ് അവിടെ ഈ പ്രസംഗത്തിൽ പറയുന്ന 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ, റിയൽ ബ്ലെസ്സിങ്,
നിങ്ങൾക്കാദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിനെ അയച്ചിരിക്കുന്നത് എന്തിനാണ്? ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ തിരിക്കേണ്ടതിന്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹം കിട്ടാതെ മറ്റെന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും ഒരു പ്രയോജനവുമില്ല. അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് ഓരോരുത്തരും അവനവൻ്റെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിൽ നിന്നും പാപക്ഷമ പ്രാപിക്കണം. പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഫോക്കസ് നിങ്ങൾ യഥാർത്ഥമായി യേശുവിലേക്ക് വരിക, എങ്ങനെ മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ്. രോഗത്തേക്കാൾ വലിയ പ്രശ്നം പാപമാണ്. അതിൻ്റെ റിസൾട്ട്, ഈ പ്രസംഗത്തിൻ്റെ റിസൾട്ട് എന്തായെന്ന് നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പുരുഷന്മാരുടെ കൂടി വന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ആദ്യം നമുക്കറിയാം അപ്പോസ്തലന്മാർ മാത്രമായിരുന്നു 12 പേര്, പിന്നെ 320 പേരായി. അതിൽ നിന്ന് ആദ്യ സഭയിലേക്ക് കടന്നു വന്ന 3000 പേരായി, പിന്നെ അത് ഇപ്പോൾ 5000 പേരായി. ആളുകളുടെ എണ്ണം അങ്ങനെ വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി, സഭ പെരുകാൻ തുടങ്ങി. സഭ പെരുകിത്തുടങ്ങുമ്പോൾ പീഡനവും സ്വാഭാവികമായിട്ടുണ്ടാകും. യേശുവിനെ തന്നെ അവർ പ്രസൻറ്റ് ചെയ്തപ്പോൾ ജനം വിശ്വസിച്ചു, സഭയുടെ എണ്ണം പെരുകി. അന്നും ഇന്നും എല്ലാ കാലത്തും യഥാർത്ഥ സത്യസുവിശേഷം പ്രസംഗിച്ചാൽ പീഡയുണ്ടാകും. അപ്പോസ്തലപ്രവൃത്തി 4-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നീരസപ്പെടാൻ കാരണം എന്താണെന്ന് നമുക്ക് കാണാം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് ഈ വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. അവരെ പിടിച്ച് കാവലിലാക്കിയെന്നാണ് നമ്മൾ കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പത്രോസിൻ്റെ 3-ാമത്തെ പ്രസംഗമാണ്. 8-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് തുടങ്ങുന്നത്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പത്രോസിന് ആദ്യമേ തന്നെ ലഭിച്ചതാണല്ലോ, നമുക്കറിയാം 2-ാം അധ്യായത്തിൽ. എന്നാൽ ഓരോ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തുടർച്ചയായിട്ടത് ലഭിക്കേണ്ട ഒരു കാര്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് താൻ അവിടെ പ്രസംഗിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയെ നമുക്ക് ശ്രദ്ധിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവർ പ്രാർത്ഥിച്ചത് കർത്താവെ സൗഖ്യമാക്കണമേ എന്നല്ല, കടന്നു വന്നവരെയൊക്കെയും. എന്നാൽ സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ കരം അവിടെ നീട്ടും, അവരത് വിശ്വസിക്കുന്നുണ്ട്. നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്നാണ് അവർ പ്രസംഗിച്ചത്. അപ്പോൾ സത്യവചനം അറിയിക്കുന്നിടത്തവിടെ സൗഖ്യമുണ്ടാകും. 31-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ആത്മശക്തി അവർക്ക് ലഭിക്കുകയും ദൈവവചനം ഒരു ധൈര്യത്തോടെ പ്രസ്താവിക്കുകയും ചെയ്തു. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു, അവർ പ്രാർത്ഥിച്ച്. അപ്പോൾ ദൈവം അവർക്ക് ധൈര്യം കൊടുത്തു. അങ്ങനെ സഭയ്ക്ക് വലിയ വർധനമുണ്ടായി. എങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത് നമുക്ക് നോക്കാം. 5-42 5-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ പ്രവർത്തനം നമ്മൾ കാണുമ്പോൾ അവർ ചർച്ച് മിനിസ്ട്രിയും ഹൗസ് ടു ഹൗസ് മിനിസ്ട്രി സുവിശേഷീകരിക്കുന്നതിൽ അവരെല്ലാവരും പങ്കാളികളാവുകയാണ്. സഭകളിലും ഓരോ വീടാന്തരവും അവർ കർത്താവായ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്, സുവിശേഷം അറിയിക്കുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃത സുവിശേഷം അത് നിർത്താതെ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ സഭയിലുള്ള എല്ലാ അംഗങ്ങളും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. വീടാന്തരം വ്യക്തിപരമായിട്ടും യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരോടൊക്കെയും തന്നെ സുവിശേഷം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നമ്മൾ പ്രാർത്ഥനയോടെ ചെയ്യുവാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല, ധൈര്യത്തോടെ യേശുവിനെ തന്നെ പങ്കുവയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രതികൂലങ്ങളുണ്ടാകും, പരിഹസിക്കും, അനേകർ നമ്മളെ പരിഹസിക്കും. എങ്കിലും നമ്മെ അയച്ചവൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം.
അപ്പോസ്തലപ്രവൃത്തി 5:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, താൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് വളരെ അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ആ സുവിശേഷം തന്നെയാണ് പ്രസ്താവിച്ചത്. നമുക്കത് കാണാൻ കഴിയുന്നവരെ താക്കീത് ചെയ്തിട്ടും അവരാത്മാവിൻ്റെ ശക്തിയാൽ സുവിശേഷീകരിച്ചു. ഇന്ന് സഭയിലുള്ള എല്ലാവർക്കും ഈ ഉത്തരവാദിത്വം അല്ലേ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. ഞാൻ ഈ പീഡനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് ഒരുക്കമാണോ? സുവിശേഷം എവിടെ കടന്നു ചെന്നാലും പ്രതിസന്ധികളുണ്ടാകും. അതിനുള്ള പ്രതിവിധികളും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും 5:42 വാക്യം നമുക്ക് വായിക്കാം. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർ തുടർച്ചയായിട്ട് അപ്പോസ്തലന്മാരും വിശ്വാസികളും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ വീണ്ടും തുടർന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇപ്രകാരം സഭയ്ക്കൊക്കെ വളർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടായി. അത് ഇന്നും ഉണ്ട്. ഇന്നത്തെ സഭകളിലും പ്രതിസന്ധികൾ, ഏത് സഭയിലും, ഒരു ചെറിയ സഭയാണെങ്കിൽ പോലും അന്യോന്യം അഭിപ്രായ ഭിന്നതകളൊക്കെ വരുന്നു. എന്നാൽ ഇവരെങ്ങനെയാണത് പരിഹരിച്ചത് എന്നൊക്കെ നമുക്ക് 6-ാം അധ്യായത്തിലൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും. അത് ദൈവവചനപ്രകാരം പരിഹരിച്ചതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാനുഷികമായ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കാതെ അവർ ദൈവവചനപ്രകാരം അത് ചെയ്തു. നാം ഇന്ന് അങ്ങനെ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈവവചനപ്രകാരം പരിഹരിക്കുകയാണെങ്കിൽ അതിന് പ്രശ്നങ്ങൾ മാറിക്കിട്ടും നമുക്ക്. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടും. അതല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടും. എല്ലാ മനുഷ്യരും, ഓരോ മനുഷ്യർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണല്ലോ ഐക്യമത്യം ഉണ്ടാകാതെ അവിടെ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും ഒരേ ആത്മാവിൽ അത് സ്വീകരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് അവിടെ പ്രതിവിധി ഉണ്ടാകും. അങ്ങനെ 6-ാം അധ്യായത്തിൻ്റെ അങ്ങനെ അവർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ദൈവവചനം പരന്ന്, ഇപ്പോൾ അവരുടെ നമ്പറൊന്നും അല്ല പറയുന്നത്, 5000 വരെ നമ്പർ നമ്മൾ കേട്ടു. പിന്നെ പറയുന്നത് ഏറ്റവും പെരുകി, എണ്ണാൻ കഴിയാത്ത വിധം വളരെയധികം സഭയ്ക്ക് വർധനമുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മളും സത്യസുവിശേഷം പങ്കുവയ്ക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കണമെന്നാണ് ദൈവം നമ്മളിനെ ആഗ്രഹിക്കുന്നത്. അത് ചിലരെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്നതല്ല, എല്ലാ ശിഷ്യന്മാരുടെയും ഉത്തരവാദിത്വമാണ്. ഭൂമിയിലെ അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരായി തീരാതെ ദൈവത്തിൻ്റെ പദ്ധതി ചേർന്ന് വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ നമ്മൾ തീരുമാനിക്കുമോ? നമ്മൾ മുമ്പേ ചിന്തിച്ചായിരുന്നു. 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ റിയൽ ബ്ലെസ്സിങ്സ് പാപത്തിൽ നിന്നും തിരിഞ്ഞു പോരുന്നതാണ്, അല്ലെ പാപമോചനം ലഭിക്കുന്നതാണ്. ഈ അനുഗ്രഹം കിട്ടാതെ ഭൂമിയിൽ മറ്റെന്ത് അനുഗ്രഹങ്ങൾ നമ്മൾ ലഭിച്ചിട്ടും അതുകൊണ്ട് പ്രയോജനമില്ല. സങ്കീർത്തനം 32-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെയാണല്ലോ വായിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്നാണ് ഓരോ മനുഷ്യർക്കും വിടുതൽ ആവശ്യമായിരിക്കുന്നത്. ഇന്ന് ദൈവവചനം അല്ലെങ്കിൽ സത്യവചനം അറിയാതിരിക്കാൻ പിശാച് അവൻ്റെ പ്രവർത്തനം വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ഒട്ടും സമയം അവർക്കില്ല. ഭയങ്കര തിരക്കാണ്. ജോലിയുടെ ഭാരം കൂട്ടി, ജോലിയുടെ സമയങ്ങൾ കൂടുതലായി ചെയ്യേണ്ടി വരുന്നു. പ്രാർത്ഥനയ്ക്കും വചന പഠനത്തിനൊന്നും ഒരു സാവകാശവും കിട്ടുന്നില്ല. ഏറെ ജോലി, ഏറെ പണം സമ്പാദിക്കുക, ഏറെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ഇന്ന് കൂടുതൽ ആൾക്കാരുടെയും പദ്ധതി. ഇപ്രകാരമാണ് പോകുന്നത്. എന്നാൽ ഇതൊക്കെയും സാത്താന്യ തന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയണേ ദൈവമക്കളെ. നമുക്ക് ദൈവം തന്നെ വചനത്തിൽ തന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ശബ്ബത്ത് ആചരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം മറ്റുള്ള വേലകളിൽ നിന്ന് മാറിയിരുന്ന് ദൈവത്തിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ശബ്ബത്ത് ദിവസം ദൈവം വെച്ചിരിക്കുന്നത്.
അതല്ലാതെ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഓരോ ദിവസങ്ങൾ തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോട് കൂടെ ഇരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ വെറുതെ ഭക്ഷണം കഴിക്കാതെ ഉപവാസം ആയിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. ദൈവത്തോടുകൂടെ വേറിട്ട് അല്പസമയം ഇരിക്കുവാനാണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധി ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ നമുക്ക് ബോധം വരുത്തും പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അപ്പോൾ നാം വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ കൃപാസനത്തിന് അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ വിശുദ്ധ സ്ഥലത്ത് കൂട്ടമായി നിന്ന് ആരാധിച്ച് സംതൃപ്തരായിട്ട് മടങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണോ നമുക്കുള്ളത്? ആലയത്തിനകത്ത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലമുണ്ടല്ലോ. പ്രാകാരത്തിൽ അനേക കൂട്ടമുണ്ട്, ഒരുപാട് കൂട്ടമുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ് വിശുദ്ധ സ്ഥലത്ത്. അവിടെ വന്ന് നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിച്ചു എന്നുള്ള സംതൃപ്തി മടങ്ങിപ്പോവുകയാണോ? എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്ര പേർക്ക് പ്രവേശനമുണ്ട്? പഴയ നിയമത്തിൽ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ഒറ്റയൊരു വ്യക്തിയാണ് അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിനടുത്ത് എന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യക്തിയായി നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിനോടുകൂടെ സംസാരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുവിൽ കൂടെ ഒരിക്കലായി നിവർത്തിച്ച പാപപരിഹാര ബലി മൂലം നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നവരാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമുക്ക് അനുസരിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുവാൻ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കാരണം നമ്മുടെ ഭൂമിയിലെ ഈ ജീവിതം തീർന്നു പോയാലും ആ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചവൻ വിശുദ്ധമായ ദൈവത്തോട് കൂടെ ജീവിച്ച് വിശുദ്ധിയെ വളരുന്ന അനുഭവത്തിലുള്ളവർക്ക് മാത്രമേ അവനോടുകൂടെ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അതിനായി ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് പഠിക്കുകയും അറിയുകയും ചെയ്യണം. അതിന് നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും സാത്താൻ നമ്മളെ അനുവദിക്കുകയില്ല. എന്നാൽ വീണ്ടും നമ്മൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നിത്യജീവനിൽ നമ്മുടെ കർത്താവിനെ കണ്ട് അവനോടുകൂടെ നിത്യജീവൻ ജീവിക്കണമെന്ന ആഗ്രഹം നമ്മളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം രണ്ടാം സ്ഥാനമേ കൊടുക്കുകയുള്ളൂ. ദൈവവചനം പഠിക്കുന്നതിൽ അതിന് ഏറെ താല്പര്യത്തോടുകൂടി ദൈവവചനം പഠിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവവചനമുള്ള വഴികളെ നമുക്ക് ഒരുക്കിത്തരും. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകവും ഇനി അടുത്തൊരു ക്ലാസ്സോടെ ഞാൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മളതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. നമ്മൾ തന്നെ ഇത് വളരെ ശ്രദ്ധയോടുകൂടി തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ദൈവം നമ്മളോട് കൂടുതലായിട്ട് നമുക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതനുസരിക്കുക. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ഈ മഹാനിയോഗം ഭൂമിയുടെ അറ്റത്തോളം തൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് എങ്ങനെ അവരെ എത്തിച്ചു എന്ന്, എങ്ങനെ അവരെ സാക്ഷീകരിച്ചു എന്ന് അറിയുവാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. അതിനകത്ത് ഭൂമിയുടെ അറ്റത്തോളവും കർത്താവ് ഏൽപ്പിച്ചതായ ആ ശുശ്രൂഷ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞു. അത് ഉടൻ തന്നെ ആദിമ നൂറ്റാണ്ടിൽ അത് അങ്ങനെ തന്നെ നിവർത്തിച്ചതാണ്. പത്രോസിൽ കൂടെ നമ്മൾ ആദ്യം കാണുന്നു. പിന്നീട് മുൻപോട്ട് 13-ാം അധ്യായം മുതൽ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്ത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ശുശ്രൂഷ നമ്മൾ ഓരോരുത്തരെ ഏറ്റെടുത്ത് നമ്മളെ കണ്ടുമുട്ടുന്നവരോടും ബന്ധുമിത്രാദികളോടും ഓരോ ഫ്രണ്ട്സിനോടൊക്കെയും തന്നെ എല്ലാവരോടും നമ്മൾ ഈ സത്യസുവിശേഷം വേണ്ട രീതിയിൽ യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം അവരുടെ മനസ്സുകളെ തിരിക്കും. നമ്മുടെ ദൈവം സത്യസുവിശേഷം പങ്കുവയ്ക്കാനാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിർബന്ധിച്ച് അവരെ ഒന്നും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. നാം എല്ലാവരും ഉണർന്ന് കർത്താവിൻ്റെ ഹിതം നിവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഇനിയും അധികം സമയമില്ല, വരുവാനുള്ളവൻ വേഗം വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മളെല്ലാവരും കൊണ്ടിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.